فَلَمَّا جَاءَهُمُ الْحَقُّ مِنْ عِنْدِنَا قَالُوا إِنَّ هَذَا لَسِحْرٌ مُبِينٌ. നമ്മുടെ സന്നിധിയിൽ നിന്നുള്ള സത്യം അവരുടെ മുമ്പിൽ അവതരിച്ചപ്പോൾ ഇതൊരു തെളിഞ്ഞ ആഭിചാരം തന്നെ എന്നവർ പറഞ്ഞുകളഞ്ഞു. മൂസാ നബിയുടെ പ്രബോധനം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞതുതന്നെയാണ് മുഹമ്മദ് നബിയുടെ പ്രബോധനം കേട്ടപ്പോൾ ഖുറൈശികളും പറയുന്നത്. ഇയാൾ തെളിഞ്ഞ ആഭിചാരകനാണെന്ന്. നൂഹ് അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും കൽപ്പിക്കപ്പെട്ടിരുന്ന അതേ ദൌത്യം തന്നെയാണ് മൂസായും ഹാറൂനും കൽപ്പിക്കപ്പെട്ടിരുന്നതെന്ന് ഈ വാചകങ്ങളുടെ ഘടന ശ്രദ്ധിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാം. ഒരേ വിഷയമാണ് സൂറയിൽ ആദ്യം മുതൽക്ക് തന്നെ വിവരിച്ചു വരുന്നത്. അതായത് സർവ്വലോകനാഥനായ അല്ലാഹുവെ മാത്രം റബ്ബായും ഇലാഹായും അംഗീകരിക്കുക. ഐഹിക ജീവിതത്തിനു ശേഷം പാരത്രിക ജീവിതമുണ്ടെന്നും അവിടെ അല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ പ്രവർത്തനങ്ങളുടെ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ടെന്നും അംഗീകരിക്കുക. പിന്നീട് പ്രവാചകന്മാരുടെ പ്രബോധനത്തെ ധിക്കരിച്ചിരുന്നവരെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങളുടെ മാത്രമല്ല, എക്കാലത്തും മുഴുവൻ മനുഷ്യരാശിയുടെയും വിജയം നിലകൊള്ളുന്നത് വിവിധ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസവും പരലോകബോധവും ഉൾക്കൊള്ളുന്നതിലാണ്. അതിനാൽ നിങ്ങളുടെ ജീവിത വ്യവസ്ഥ മുഴുവൻ അതിനനുസരിച്ച് വാർത്തെടുക്കണം. ഇതംഗീകരിച്ചവർ മാത്രമേ വിജയം വരിക്കുകയുള്ളൂ. അതിനെ നിഷേധിച്ചവർക്ക് പരലോകത്തിൽ വമ്പിച്ച നാശമായിരിക്കും ഫലം. ഇതാണ് ഈ സൂറയിലെ കേന്ദ്ര വിഷയം. ഈ പശ്ചാത്തലത്തിൽ ചരിത്ര മാതൃകകളെന്ന നിലയ്ക്ക് മറ്റു പ്രവാചകന്മാരെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന്റെ അർത്ഥം ഇതാണ്. ഈ സൂറയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പ്രബോധനമാണ് മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രബോധനം. അതിനുവേണ്ടി തന്നെയാണ് മൂസായും ഹാറൂനും ഫിർഔന്റെയും അനുയായികളുടെയും അരികിലേക്ക് പോയത്. ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ മൂസാ നബിയുടെയും ഹാറൂനിന്റെയും ദൌത്യം ഒരു പ്രത്യേക സമുദായത്തെ മറ്റൊരു സമുദായത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് മാത്രമായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പശ്ചാത്തലത്തിൽ ഒരു ചരിത്ര മാതൃക എന്ന നിലയിൽ പ്രസ്തുത സംഭവം ഉദ്ധരിക്കുന്നത് ഉചിതമാകുമായിരുന്നില്ല. ആ രണ്ട് മഹാത്മാക്കളുടെ ദൌത്യത്തിന്റെ ഒരു ഭാഗം മുസ്ലിങ്ങളായ ബനൂ ഇസ്രായേലിനെ സത്യനിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഫിർഔന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു എന്നതിൽ സംശയമില്ല. പക്ഷേ അത് അടിസ്ഥാന ലക്ഷ്യമായിരുന്നില്ല. ലക്ഷ്യത്തിലടങ്ങിയ ഉപലക്ഷ്യം മാത്രമായിരുന്നു. ഖുർആൻ മുഴുവൻ പ്രവാചകന്മാരുടെയും ലക്ഷ്യമാക്കി പറഞ്ഞതെന്തോ അതുതന്നെയായിരുന്നു അവരുടെയും അടിസ്ഥാന ലക്ഷ്യം. സൂറ അൻ-നാസിയാത്ത് 17 മുതൽ 19 വരെ സൂക്തങ്ങളിൽ അക്കാര്യം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഫിർഔന്റെ അടുക്കലേക്ക് പോവുക, അവൻ ധിക്കാരിയായിരിക്കുന്നു. അവനോട് പറയുക, നീ വിശുദ്ധി കൈക്കൊള്ളാൻ സന്നദ്ധനാണോ? ഞാൻ നിന്നെ നിന്റെ റബ്ബിങ്കിലേക്ക് മാർഗദർശനം ചെയ്യാം. അങ്ങനെ നീ അവനെ ഭയപ്പെടുന്നവനാകും. പക്ഷേ ഫിർഔനും അനുയായികളും ആ സത്യപ്രബോധനം സ്വീകരിച്ചില്ല. അതിനാൽ അവസാനം മൂസാ നബിക്ക് വിശ്വാസികളായ തന്റെ ജനതയെ ഫിർഔന്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദൌത്യത്തിന്റെ ഈ ഭാഗം ചരിത്രത്തിൽ മുഴച്ചു കാണുന്നത്. ഖുർആനിലും പ്രസ്തുത സംഭവം ചരിത്രത്തിലുള്ള പോലെ വ്യക്തമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. ഖുർആനിലെ വിശദീകരണങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഏതൊരാളും ഒരു പ്രവാചക ദൌത്യത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഒരു ജനതയുടെ സ്വാതന്ത്ര്യമായിരുന്നുവെന്നും സത്യദീനിന്റെ പ്രബോധനം കേവലം ഉപലക്ഷ്യമായിരുന്നുവെന്നും തെറ്റിദ്ധരിക്കുകയില്ല. കൂടുതൽ വിശദീകരണത്തിന് സൂറ ത്വാഹ 42 മുതൽ 48 വരെ, അസ്-സുഖ്റുഫ് 46 മുതൽ 56 വരെ, അൽ-മുസമ്മിൽ 15-16 സൂക്തങ്ങളും ശ്രദ്ധിക്കുക. قال موسى أتقولون للحق لما جاءكم أسحر هذا ولا يفلح الساحرون. മൂസ ചോദിച്ചു, കൺമുമ്പിൽ തെളിഞ്ഞുവന്ന സത്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത്? ആഭിചാരമാണോ ഇത്? എന്നാൽ ആഭിചാരക്കാർ വിജയിക്കാറില്ല തന്നെ. താൽപര്യമിതാണ്, മോജിസത്തും ആഭിചാരവും തമ്മിൽ പ്രത്യക്ഷത്തിൽ സാമ്യമുള്ളതിനാൽ നിങ്ങൾ ഒട്ടും ആലോചിക്കാതെ മോജിസത്തിനെ ആഭിചാരമെന്ന് മുദ്രകുത്തുന്നു. പക്ഷേ മാരണക്കാരന്റെ സ്വഭാവങ്ങളും സമ്പ്രദായങ്ങളും എന്താണെന്നും അയാൾ എന്തുദ്ദേശത്തിനു വേണ്ടി മാരണം നടത്തുന്നുവെന്നും നിങ്ങൾ നോക്കിയിട്ടില്ല.
ഏതെങ്കിലും മാരണക്കാരൻ സ്വന്തമായി ഒരു താൽപര്യവുമില്ലാതെ സധൈര്യം ഒരു സ്വേച്ഛാധിപതിയുടെ കൊട്ടാരത്തിൽ കയറിച്ചെന്ന് അയാളെ നിശിതമായി വിമർശിക്കുകയും ദൈവവിശ്വാസവും ആത്മവിശുദ്ധിയും സ്വീകരിക്കാൻ ഉപദേശിക്കുകയും ചെയ്യാറുണ്ടോ? കൊട്ടാരത്തിൽ തന്റെ സിദ്ധികൾ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്നതിനു വേണ്ടി കൊട്ടാര സേവകരെ കഴിയുന്നത്ര പ്രീണിപ്പിക്കുകയാണ് അയാൾ ചെയ്യുക. അങ്ങനെ കൊട്ടാരത്തിൽ സ്ഥാനം ലഭിച്ചാൽ കൊട്ടാരവാസികൾക്ക് മുഖസ്തുതി പാടാനും സാഷ്ടാംഗം നമസ്കരിക്കാനും തയ്യാറാവുന്നു. അവരുടെ ദീർഘായുസ്സിനു വേണ്ടി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. രാജാവിന് തന്റെ അഭ്യാസങ്ങൾ കാണാൻ ദയവുണ്ടാവണമെന്ന് താഴ്മയോടെ ഭവ്യതയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ രാജാവ് അത് കാണാനിടയാവുകയാണെങ്കിൽ പാരിതോഷികം കിട്ടാൻ 2 കൈയും നീട്ടി യാചിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങൾ അത്രയും ഇവിടെ ആഭിചാരകന്മാർ വിജയിക്കുന്നതല്ല എന്ന ഒറ്റ വാചകത്തിൽ ഒതുക്കിയിരിക്കുന്നു. قالوا أجئتنا لتلفتنا عما وجدنا عليه آباءنا وتكون لكما الكبرياء في الأرض وما نحن لكما بمؤمنين. മറുപടിയായി അവർ പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആചരിച്ചു വന്നതായി കണ്ടിട്ടുള്ള മാർഗത്തിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിക്കുന്നതിനും ഭൂമിയിൽ നിങ്ങളിരുവരുടെയും ആധിപത്യം സ്ഥാപിക്കുന്നതിനുമാണോ നീ വന്നിരിക്കുന്നത്? എന്നാൽ ഞങ്ങൾ നിങ്ങളെ അശേഷം അംഗീകരിക്കാൻ പോകുന്നില്ല. മൂസാ നബിയുടെയും ഹാറൂൺ നബിയുടെയും അടിസ്ഥാന ആവശ്യം ഇസ്രായേൽ വംശത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നുവെന്ന് കരുതുക. എങ്കിൽ ഇവരുടെ പ്രബോധനം ഈജിപ്തിൽ സ്വാധീനം നേടിയാൽ രാജ്യത്തിന്റെ മതം തന്നെ മാറിപ്പോകുമെന്നും തങ്ങളുടെ ആധിപത്യത്തിന് പകരം അവരുടെ ആധിപത്യമായിരിക്കും പുലരുക എന്നും ഫിർഔനും അനുയായികളും ആശങ്കിക്കുമായിരുന്നില്ല. മൂസാ നബി ഈജിപ്തുകാരെ യഥാർത്ഥ ദൈവത്തിലേക്ക് പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു. അത് ബഹുദൈവത്വ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായ ഫിർഔന്റെ രാജ്യത്വത്തെയും പ്രമാണിമാരുടെ നേതൃത്വത്തെയും മതപുരോഹിതന്മാരുടെ പൗരോഹിത്യത്തെയും അപകടപ്പെടുത്തും എന്നവർ മനസ്സിലാക്കി. അതാണ് അവരുടെ ആശങ്കയ്ക്ക് കാരണം. കൂടുതൽ വിശദീകരണം അൽ ആറാഫ് 105, അൽ മുഅ്മിൻ 50 എന്നീ സൂക്തങ്ങളുടെ വ്യാഖ്യാനത്തിൽ ചേർത്തിട്ടുണ്ട്. وقال فرعون ائتوني بكل ساحر عليم. ഫിർഔൻ തന്റെ കിങ്കരന്മാരോട് കൽപ്പിച്ചു, വിദഗ്ധരായ ആഭിചാരകന്മാരെയൊക്കെയും എന്റെ മുമ്പിൽ ഹാജരാക്കുവിൻ. فلما جاء السحرة قال لهم موسى ألقوا ما أنتم ملقون. ആഭിചാരകന്മാർ എത്തിച്ചേർന്നപ്പോൾ മൂസ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എറിയാനുള്ളത് എറിയുക. فلما ألقوا قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين. പിന്നെ അവർ തങ്ങളുടെ മാന്ത്രിക കയറുകൾ എറിഞ്ഞപ്പോൾ മൂസ പറഞ്ഞു, നിങ്ങൾ ഈ എറിഞ്ഞത് ആഭിചാരമാകുന്നു. അല്ലാഹു ഇപ്പോൾ തന്നെ അത് പൊളിച്ചുകളയും. നാശകാരികളുടെ കർമ്മം അല്ലാഹു വിജയിപ്പിക്കുകയില്ല. അതായത്, ഞാൻ കൊണ്ടുവന്നത് ആഭിചാരമല്ല, നിങ്ങൾ ഈ കൊണ്ടുവന്നതാണ് യഥാർത്ഥത്തിൽ ആഭിചാരം. وَيُحِقُّ اللَّهُ الْحَقَّ بِكَلِمَاتِهِ وَلَوْ كَرِهَ الْمُجْرِمُونَ. അല്ലാഹു അവന്റെ വചനങ്ങളിലൂടെ സത്യത്തെ സത്യമായി കാണിക്കുന്നു, പാപികൾക്ക് അതെത്ര തന്നെ അരോചകമായിരുന്നാലും. فَمَا آمَنَ لِمُوسَى إِلَّا ذُرِّيَّةٌ مِّن قَوْمِهِ عَلَى خَوْفٍ مِّن فِرْعَوْنَ وَمَلَئِهِمْ أَن يَفْتِنَهُمْ وَإِنَّ فِرْعَوْنَ لَعَالٍ فِي الْأَرْضِ وَإِنَّهُ لَمِنَ الْمُسْرِفِينَ. മൂസായെ അദ്ദേഹത്തിന്റെ ജനത്തിലെ ഏതാനും യുവാക്കളല്ലാതെ ആരും അംഗീകരിച്ചില്ല. ഫിർഔനും അവരുടെ പ്രമാണിമാരും
തങ്ങളെ പീഡിപ്പിച്ചേക്കുമോ എന്ന പേടിയിലായിരുന്നു അവർ. ഫിർഔനോ ഭൂമിയിൽ ഏറെ ഗംഭീരൻ തന്നെയായിരുന്നു. ഒരു പരിധിയിലും ഒതുങ്ങാത്തവരുടെ ഗണത്തിൽപ്പെട്ടവനുമായിരുന്നു. ആയത്തിൽ ദുർരിയത്ത് എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഷാർത്ഥം സന്തതികളെന്നാണെങ്കിലും യുവാക്കൾ എന്നാണ് നാം തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പദം കൊണ്ട് ഖുർആൻ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്: അപകടം നിറഞ്ഞ ആ കാലഘട്ടത്തിൽ സത്യം കൈക്കൊള്ളാനും അതിന്റെ പതാകയേന്തി സന്മാർഗികളാകാനും ധൈര്യപ്പെട്ടത് ഏതാനും യുവതീ യുവാക്കൾ മാത്രമായിരുന്നു. മാതാപിതാക്കൾക്കും സമുദായത്തിലെ കാരണവന്മാർക്കും അതിന് ഉദവിയുണ്ടായില്ല. സ്വാർത്ഥ താൽപര്യങ്ങളുടെയും ഐഹിക മോഹങ്ങളുടെയും സുഖഭോഗ തൃഷ്ണയുടെയും പിടിയിലമർന്ന അവർക്ക് സത്യത്തെ സഹായിക്കാൻ സാധ്യമായിരുന്നില്ല. ആ മാർഗം വളരെയേറെ അപകടങ്ങൾ നിറഞ്ഞതായിട്ടാണ് അവർക്ക് തോന്നിയത്. എന്നല്ല, ഈ യുവാക്കളെ പോലും സത്യത്തിൽ നിന്ന് തടയുകയായിരുന്നു അവർ. നിങ്ങൾ മൂസായുടെ അരികിൽ പോകരുത്, ഫിർഔന്റെ ക്രോധത്തിനിരകളാകും. നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കൂടി ആ ആപത്തിൽ അകപ്പെടും എന്നായിരുന്നു അവരുടെ നിലപാട്. ഖുർആൻ ഈ കാര്യം പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇതാണ്: മക്കാവാസികളിൽ നിന്ന് മുഹമ്മദ് നബിയെ സഹായിക്കാനും സംരക്ഷിക്കാനും മുമ്പോട്ട് വന്നത് വൃദ്ധന്മാരും തലമുതിർന്നവരുമായിരുന്നില്ല. ദൃഢചിത്തരായ ഒരു പിടി യുവാക്കളായിരുന്നു. ഈ ആദ്യകാല മുസ്ലിം യുവാക്കളാണ് ഈ സൂക്തത്തിന്റെ അവതരണ ഘട്ടത്തിൽ മുഴുവൻ ജനതയുടെയും കഠിനമായ എതിർപ്പുകളെ അവഗണിച്ച് സത്യപ്രസ്ഥാനത്തെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നത്. അക്രമമർദ്ദനങ്ങളുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിട്ടും അവർ ഉയർത്തിപ്പിടിച്ച ശിരസ്സുമായി നിലകൊണ്ടു. ഇതിൽ നിക്ഷിപ്ത താൽപര്യക്കാരായ വൃദ്ധന്മാരുണ്ടായിരുന്നില്ല. ഒന്നടങ്കം യുവാക്കളായിരുന്നു. അലിയുബിന് അബി ത്വാലിബ്, ജാഫർ തയ്യാർ, സുബൈർ, ത്വൽഹ, സഅദുബിന് അബി വഖാസ്, മിസ്അബുബിന് ഉമൈർ, അബ്ദുല്ലാഹിബിന് മസ്ഊദ് തുടങ്ങിയവർ ഇസ്ലാം ആശ്ലേഷിക്കുമ്പോൾ 20 താഴെ പ്രായമുള്ളവരായിരുന്നു. അബ്ദുറഹ്മാനുബിന് ഔഫ്, ബിലാൽ, സുഹൈബ് എന്നിവരുടെ വയസ്സ് 20-നും 30-നും ഇടയിലായിരുന്നു. അബൂ ഉബൈദത്തുബിനിൽ ജറാഹ്, സെയ്ദ് ബിൻ ഹാരിസ, ഉസ്മാനുബിൻ അഫ്ഫാൻ, ഉമറുൽ ഫാറൂഖ് എന്നിവരുടെ പ്രായം 30-നും 35-നും മധ്യേയായിരുന്നു. അവരിൽ കൂടുതൽ മുതിർന്ന അബൂബക്കറിന് പോലും ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 38 വയസ്സിലധികമുണ്ടായിരുന്നില്ല. ആദ്യകാല മുസ്ലിങ്ങളിൽ തിരുമേനിയേക്കാൾ പ്രായം ചെന്ന ഒറ്റ സ്വഹാബിയെ മാത്രമേ നാം കാണുന്നുള്ളൂ. അത് ഉബൈദത്തുബിനുൽ ഹാരിസിൽ മുത്തലിബിയായിരുന്നു. അവരിൽ ഏറെക്കുറെ തിരുമേനിയുടെ സമവയസ്കനായി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അമ്മാറുബിനു യാസിർ. ആയത്തിലെ ഫമാ ആമനലി മൂസ എന്ന വാക്കിൽ നിന്ന് ഇസ്രായേലരെല്ലാം സത്യനിഷേധികളായിരുന്നുവെന്നും ആരംഭത്തിൽ അവരിൽ നിന്ന് അല്പം ആളുകൾ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂവെന്നും ചിലർ അനുമാനിക്കുന്നു. എന്നാൽ ഈമാൻ എന്ന പദത്തോടൊപ്പം ലി എന്ന പ്രത്യയം ചേരുമ്പോൾ അനുസരണം, വിധേയത്വം എന്നീ അർത്ഥങ്ങളാണ് അതിനുണ്ടാവുക. അതായത് ഏതെങ്കിലും കാര്യങ്ങൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നു സാരം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാക്കുകളുടെ താൽപര്യം ഇതാണ്: കുറച്ചു യുവാക്കളല്ലാതെ ഇസ്രായേല്യർ മുഴുവൻ മൂസാ നബിയെ തങ്ങളുടെ നേതാവും നായകനുമായി അംഗീകരിക്കാനോ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങളെ പിൻപറ്റാനോ സഹായിക്കാനോ സന്നദ്ധരായിരുന്നില്ല. അവർ ഇങ്ങനെ ഒരു നിലപാട് അവലംബിക്കാനുള്ള കാരണം അടുത്ത വരികളിൽ വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് മൂസാ നബിയുടെ വിശ്വസ്തതയിലോ പ്രബോധനത്തിന്റെ സത്യതയിലോ അശേഷം സംശയമുണ്ടായിരുന്നില്ല. മൂസയുടെ സഹകാരികളാവുക വഴി ഫിർഔനിന്റെ കോപത്തിനിരയാകാൻ അവർ സന്നദ്ധരായിരുന്നില്ലെന്നതാണ് സത്യം. എന്നാൽ ഇവർ മതപരമായും വർഗപരമായും ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ് എന്നീ പ്രവാചകന്മാരുടെ ജനതയായിരുന്നു. ഈ അടിസ്ഥാനത്തിൽ അവരെല്ലാം മുസ്ലിങ്ങളായിരുന്നെന്ന് വ്യക്തം. പക്ഷേ ദീർഘകാലത്തെ സാംസ്കാരിക അധപതനവും അടിമത്തവും സൃഷ്ടിച്ച മനോദൗർബല്യം അവരെ അവിശ്വാസത്തിന്റെയും അപകർഷതയുടെയും തടവുകാരാക്കി തീർത്തു. സത്യനിഷേധത്തിനും അക്രമത്തിനുമെതിരെ ഈമാനിന്റെയും സന്മാർഗത്തിന്റെയും കൊടിവാഹകരാകുന്നത് പോകട്ടെ, അത്തരക്കാരെ പിന്തുണയ്ക്കാനുള്ള ധൈര്യം പോലും അവരിൽ അവശേഷിച്ചിരുന്നില്ല. മൂസാ നബിയും ഫിർഔനും തമ്മിലുള്ള ഈ വടംവലിയിൽ ഇസ്രായേല്യരുടെ നിലപാട് എന്തായിരുന്നു? ബൈബിളിലെ ഒരു ഉദ്ധരണിയിൽ നിന്ന് നമുക്കതിന്റെ മാതൃക ലഭിക്കുന്നുണ്ട്. അവർ ഫറവോന്റെ അടുത്തുനിന്ന് പോരും വഴി തങ്ങളെ കാത്തുനിന്നിരുന്ന മോശയെയും അഹറോനെയും കണ്ടു. അവർ പറഞ്ഞു, നിങ്ങൾ ഫറവോന്റെയും ദാസന്മാരുടെയും ദൃഷ്ടിയിൽ ഞങ്ങളെ കുറ്റക്കാരാക്കി. അവരുടെ കയ്യിൽ ഞങ്ങളെ കൊല്ലാൻ വാൾ കൊടുത്ത നിങ്ങളെ നോക്കി കർത്താവ് ന്യായം വിധിക്കട്ടെ. പുറപ്പാട് ഖണ്ഡം 5 വാക്യം 20-21. ഇസ്രായേലർ മൂസായോടും ഹാറൂനോടും പറഞ്ഞതായി തൽമൂദിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരു ചെന്നായ ആടിനെ പിടിച്ചപ്പോൾ അതിനെ രക്ഷിക്കാൻ ശ്രമിച്ച ഇടയനെ പോലെയാണ് നമ്മുടെ ഉദാഹരണം.
അവർ തമ്മിലുള്ള പിടിവലിയിൽ ആടിന്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടുപോയി. ഇതുപോലെ നിങ്ങളുടെയും ഫിർഔന്റെയും പിടിവലിയിൽ ഞങ്ങളുടെ പണി തീർന്നു പോവും. അവരുടെ ഇത്തരം വാക്കുകളിലേക്ക് സൂറ അൽ അറാഫ് സൂക്തം 129 സൂചന നൽകിയിട്ടുണ്ട്. ഇസ്രായേല്യർ മൂസാ നബിയോട് പറഞ്ഞു, നിന്റെ ആഗമനത്തിനു മുമ്പും ഞങ്ങൾ മർദ്ദിതരായിരുന്നു, നിന്റെ ആഗമനത്തിന് ശേഷവും ഞങ്ങൾ മർദ്ദിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുവല്ലോ. ആയത്തിൽ പ്രയോഗിച്ച മുസ്രിഫീന്റെ അർത്ഥം പരിധികൾ ലംഘിക്കുന്നവർ എന്നത്രേ. പക്ഷേ ഈ പദത്തിന്റെ അർത്ഥം മാത്രം തർജ്ജമ ചെയ്താൽ അതിന്റെ ആശയ ചൈതന്യം വെളിപ്പെടുകയില്ല. മുസ്രിഫീൻ എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്: തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നീചമായ എന്ത് മാർഗങ്ങളും അവലംബിക്കുന്നതിന് അശേഷം മടിയില്ലാത്തവരാണവർ. അവർ അതിനുവേണ്ടി അക്രമവും അധർമ്മവും പ്രവർത്തിക്കാനും മൃഗീയതയും ക്രൂരതയും പ്രകടിപ്പിക്കാനും അരാജകത്വം സൃഷ്ടിക്കാനും ശങ്കിക്കുകയില്ല. തങ്ങളുടെ ദേഹേച്ഛകൾക്ക് പിന്നാലെ അവസാനം വരെ പോകാൻ അവർ ധൈര്യപ്പെടുന്നു. ആ പോക്കിനെ തടയുന്ന ഒന്നിനെയും അവർ മാനിച്ചിരുന്നില്ല. وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين. മൂസ ജനത്തോട് പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനിൽ ഭരമേൽപ്പിക്കുവിൻ, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ. ഈ വാക്കുകൾ ഏതെങ്കിലും അവിശ്വാസികളോട് പറയുന്നത് ഉചിതമല്ലെന്ന് വ്യക്തം. ഈ സമയത്ത് ഇസ്രായേലരെല്ലാം മുസ്ലിങ്ങളായിരുന്നുവെന്ന് മൂസാ നബിയുടെ ആ നിർദ്ദേശം വ്യക്തമാക്കുന്നു. എന്നിട്ടും മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ വാദിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ തന്നെയാണ് നിങ്ങളെങ്കിൽ ഫിർഔന്റെ ശക്തിയെ ഭയപ്പെടാതെ അല്ലാഹുവിന്റെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കുക. فقالوا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين. അവർ മറുപടി നൽകി, ഞങ്ങൾ അല്ലാഹുവിൽ സർവം സമർപ്പിച്ചിരിക്കുന്നു. നാഥ, ഞങ്ങളെ മർദ്ദകരായ ജനത്തിന് പരീക്ഷണമാക്കാതിരിക്കണമേ. ഈ മറുപടി മൂസാ നബിയെ സംരക്ഷിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്ന യുവാക്കളുടേതാണ്. ഇവിടെ അവർ എന്ന സർവനാമം ജനങ്ങളെയല്ല ചെറുപ്പക്കാരെയാണ് സൂചിപ്പിക്കുന്നതെന്ന് സന്ദർഭത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഞങ്ങളെ നീ മർദ്ദകരായ ജനത്തിന് ഒരു പരീക്ഷണമാക്കരുതേ എന്ന് സത്യവിശ്വാസികളായ ഈ യുവാക്കൾ നടത്തിയ പ്രാർത്ഥന വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ദുർമാർഗത്തിന്റെ പൊതുവായ വിജയവും ആധിപത്യവും നിലനിൽക്കുമ്പോൾ ഒരു പിടി ആളുകൾ സത്യത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി മുന്നോട്ട് വരികയാണെങ്കിൽ വിവിധ തരത്തിലുള്ള അക്രമങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. ഒരു ഭാഗത്ത് അസത്യത്തിന്റെ യഥാർത്ഥ കൊടിവാഹകർ തങ്ങളുടെ മുഴുവൻ കഴിവുകളും വിനിയോഗിച്ച് സത്യപ്രബോധനത്തെ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നു. മറുഭാഗത്ത് സത്യപ്രേമികളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗം സത്യം അംഗീകരിക്കുന്നുവെന്ന് വാദിക്കുന്നു. എങ്കിലും അസത്യത്തിന്റെ ആധിപത്യത്തിനെതിരെ സത്യത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി ശ്രമിക്കുന്നത് നിർബന്ധ ചുമതലയല്ലെന്നും അത് അപ്രായോഗികവും വിഡ്ഢിത്തവുമാണെന്നും മനസ്സിലാക്കുന്നു. സത്യത്തോട് തങ്ങൾ ചെയ്യുന്ന ഈ വഞ്ചനാത്മകമായ നിലപാട് ശരിയാണെന്ന് വാദിക്കാൻ അവർ പാടുപെട്ടുകൊണ്ടിരിക്കും. സത്യദീനിന്റെ സംസ്ഥാപന പ്രബോധന പ്രവർത്തനങ്ങൾ അവരിൽ സൃഷ്ടിച്ച പ്രത്യക്ഷമോ പരോക്ഷമോ ആയ മനസാക്ഷിക്കുത്ത് മായ്ച്ചു കളയുവാൻ അവൻ ഒരുപാട് പരിശ്രമിക്കും. അതിനായി യഥാർത്ഥ സത്യപ്രബോധകർ അസത്യത്തിന്റെ വാഹകരാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നു. മൂന്നാമത്തെ വിഭാഗം പൊതുജനങ്ങളാണ്. അവർ ദൂരെ മാറി നിന്ന് തമാശ കാണുന്നവരാണ്. സത്യമാകട്ടെ അസത്യമാകട്ടെ, അവസാനം ഏത് തട്ടാണോ കൂടുതൽ തൂങ്ങുന്നത് ആ തട്ടിനായിരിക്കും അവരുടെ വോട്ട്. ഈ അവസ്ഥയിൽ സത്യപ്രബോധകരിൽ നിന്നുണ്ടാവുന്ന ഓരോ തെറ്റും, ഓരോ പാകപ്പിഴവും, ഓരോ പരാജയവും, ഓരോ ദൗർബല്യവും ഇത്തരം പലതരക്കാരിൽ നിന്നുള്ള പലതരം പരീക്ഷണങ്ങളായിത്തീരുന്നു. ഏതെങ്കിലും വിധത്തിൽ അവർ മർദ്ദിക്കപ്പെടുകയോ തോൽപ്പിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഗ്രൂപ്പ് പറയും, സത്യം ഈ പരാജയപ്പെട്ട വിഡ്ഢികളുടെ ഭാഗത്തായിരുന്നില്ല, ഞങ്ങളുടെ ഭാഗത്തായിരുന്നു. രണ്ടാമത്തെ വിഭാഗം പറയും, കണ്ടില്ലേ, ഈ വലിയ വലിയ ശക്തികളുമായി ഏറ്റുമുട്ടിയാൽ വിലപ്പെട്ട കുറെ ജീവൻ നഷ്ടപ്പെടുകയല്ലാതെ ഒന്നും നേടുകയില്ലെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ? ഇത്രയും വിനാശങ്ങളിലേക്ക് എടുത്തു ചാടാൻ എവിടെയാണ് ശരീഅത്ത് കൽപ്പിച്ചിരിക്കുന്നത്? ദീനിന്റെ നിർബന്ധ വിധികൾ ഫിർഔന്റെ കാലത്ത് അനുവദിക്കപ്പെട്ടിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുതന്നെ പൂർത്തിയാകുന്നതായിരുന്നു.
മൂന്നാമത്തെ വിഭാഗം തീരുമാനിക്കുന്നത് ഇങ്ങനെയായിരിക്കും: വിജയിച്ചു നിൽക്കുന്നവർ തന്നെയാണ് സത്യവാൻമാർ. ഇതേപോലെ സത്യവാഹകർ അവരുടെ പ്രബോധന കാര്യത്തിൽ ചെറിയ ഒരു വീഴ്ച വരുത്തുകയോ ഏതെങ്കിലും വിഷമം സഹിക്കാനാവാതെ ദൗർബല്യം കാണിക്കുകയോ അവരിൽ നിന്ന് ഒരു സ്വഭാവദൂഷ്യം പ്രകടമാവുകയോ ചെയ്തുവെന്ന് കരുതുക. എങ്കിൽ ധാരാളം പേർക്ക് അസത്യത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കാൻ 1000 കുരുട്ടു ന്യായങ്ങൾ അതുണ്ടാക്കി കൊടുക്കുന്നു. പിന്നീട് ഈ പ്രബോധനത്തിന്റെ പരാജയത്തിനു ശേഷം വളരെ കാലത്തേക്ക് മറ്റൊരു സത്യപ്രസ്ഥാനത്തിന് ഉയർന്നു വരാൻ പോലും സാധ്യമല്ലാതാകും. അല്ലാഹുവേ, അക്രമികൾക്ക് പരീക്ഷണമായി ജീവിക്കാതിരിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന മൂസാ നബിയുടെ കൂട്ടുകാരുടെ പ്രാർത്ഥന ഇത്രയും അർത്ഥഗർഭമായിരുന്നു. അതായത്, തെറ്റുകളിൽ നിന്നും പാകപ്പിഴകളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളുടെ ത്യാഗപരിശ്രമങ്ങൾ ഇഹത്തിൽ ഫലപ്രദമാക്കുകയും ചെയ്യണം. ഞങ്ങളുടെ നിലനിൽപ്പ് നിന്റെ സൃഷ്ടികൾക്ക് നന്മ പ്രവർത്തിക്കാൻ കാരണമാക്കുകയല്ലാതെ അക്രമികൾക്ക് തിന്മ പ്രവർത്തിക്കാൻ ഒരിക്കലും കാരണമാക്കരുത്.